ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം മതേതരം എന്നീ വാക്കുകൾ നീക്കണമെന്ന RSS ജനറൽ സെക്രട്ടറിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. RSS നീക്കം ഭരണഘടനയെ തകർക്കാനുള്ള ദീർഘകാല ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഭരണഘടന കത്തിച്ച ചരിത്രമുള്ള സംഘടനയാണ് RSS എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കോൺഗ്രസ് സർക്കാർ ഇത്തരമൊരു മാറ്റം കൊണ്ടുവന്നത്. പിൽക്കാലത്ത് വന്ന സർക്കാരുകളൊന്നും ഈ ഭേദഗതി മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ BJP അധികാരത്തിൽ നിന്ന കാലത്തൊന്നും ഇങ്ങനൊരു ചിന്താഗതി ഉണ്ടായിട്ടില്ല. പക്ഷേ വിനീത, ഇപ്പോൾ RSS ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നു. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെയിൻ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു RSS ജനറൽ സെക്രട്ടറിയുടെ ഈ പരാമർശമുണ്ടായത്. അതിൽ അദ്ദേഹം പറയുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം ഒപ്പം തന്നെ മതേതരം എന്നീ വാക്കുകൾ നീക്കണമെന്നായിരുന്നു RSS ജനറൽ സെക്രട്ടറിയുടെ പരാമർശം. ഏതാണെങ്കിലും ഈ പരാമർശത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഭരണഘടനയെ തകർക്കാനുള്ള ദീർഘകാലമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഭരണഘടനയുടെ ആത്മാവിന് നേരെയുള്ള ആക്രമണമാണ് ഈ നടക്കുന്നതെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. ഭരണഘടന കത്തിച്ച ചരിത്രമുള്ള സംഘടനയാണ് RSS എന്നും കോൺഗ്രസ് ആരോപിച്ചിരിക്കുകയാണ്. ഭരണഘടനയെ ദുർബലപ്പെടുത്താനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി തന്നെ ചെറുക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു ഇത്തരമൊരു പരാമർശം RSS ജനറൽ സെക്രട്ടറി ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ കോൺഗ്രസ് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. Okay, thank you, Vinita Viji.